പ്രശാന്ത് സർ, ഷാങ്ഹായ് സമ്മിറ്റിലേക്ക് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പുറപ്പെടുന്നു. ഉറപ്പായും ഷീ ജിൻപിങ്ങുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ? ഏഷ്യൻ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് ചൈനയുമായി ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യുമോ? മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സാധ്യത? ഇന്ത്യ ചൈന ബന്ധത്തെ ഈ ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ച എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർശനമായിട്ട് വേണം ഇതിനെ കരുതാൻ. ഇപ്പൊ തന്നെ അത് ചർച്ചയായിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ പ്രധാനമന്ത്രി ആഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും അകത്തുള്ള അല്ലെങ്കിൽ ചൈനയിലുള്ള SCO മീറ്റിനാണ് പോകുന്നത്. പക്ഷേ അതിനകത്ത് അതിന് ശേഷം ഈ പറയുന്ന ചൈനീസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ആയിട്ട് സന്ദർശനം ഉണ്ടാകും, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും, കൂടിയാലോചനകൾ ഉണ്ടാകും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് ഒരുപക്ഷെ ചൈനയും ഈ പറയുന്ന ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ രണ്ട് രാജ്യങ്ങൾ വളർച്ച പുരോഗതിയിൽ നിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വളരെ മുന്നേറ്റമുള്ളൂ. ഒന്ന് മാനുഫാക്ചറിങ്ങിനകത്ത് രണ്ട് രാജ്യം തുലനം ചെയ്യുമ്പോൾ നമ്പർ 1 ചൈന. ഒരുപക്ഷെ അതോടും ചൈനയുടെ പുറകിൽ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. പിന്നെ സ്പീഡിൽ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യം ഈ പറയുന്ന ഇന്ത്യ. അപ്പം അവരെയാണ് ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ തീരുവയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കമ്പോളമായിട്ടുള്ള നമ്മളുടെ രാജ്യത്തിൽ നിന്ന് വരുമാനം കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നതും കൂടിയാണ്. മറ്റ് ചില കാരണങ്ങളും അതിന്റെ പുറകിലുണ്ട്. അപ്പം ഈ ഒരു സന്ദർശനം എന്ന് പറഞ്ഞാൽ 2020 ശേഷം അല്ലെങ്കിൽ 2019 ശേഷം ഇന്ത്യ മഹാരാജ്യത്തിനകത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ 23-ൽ എനിക്ക് തോന്നുന്നു G20 ഉച്ചകോടിക്കകത്ത് അവിടുത്തെ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതൊന്ന് സന്ദർശിക്കേണ്ടതായിരുന്നു. പ്രസിഡന്റ് സന്ദർശിച്ചത് 2019 സന്ദർശിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന 2020-ൽ നമ്മുടെ ഗാൻവാൻ അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടായി. അപ്പം അതിനുശേഷം ഇന്ത്യയും ഒരുപക്ഷെ ഈ ചൈനയും തമ്മിൽ വളരെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ ചൈന ഈ അസ്വാരസ്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ടൊരു മര്യാദയ്ക്ക് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിർത്തി കാര്യങ്ങൾക്കകത്തൊരു തീരുമാനം എടുത്ത് പോകുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു റഷ്യയുടെ ഒരു പങ്കുണ്ട്. റഷ്യ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെടുത്തിയായിരുന്നല്ലോ, ഞങ്ങൾ 20-25 മീറ്റ് RIC അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ചൈന ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു സന്ദർശനം ഒരുപക്ഷെ ഈ പറയുന്നതിനകത്ത് ബലം കൊടുക്കുന്ന രീതിയിലേക്ക് വരുമോ അല്ലെങ്കിൽ അത്തരത്തിലാകുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കാരണം പഹൽഗാമിന് ശേഷം സിന്ദൂറിന് ശേഷം ജിയോ പൊളിറ്റിക്സിനകത്ത് വളരെ വലിയ വ്യത്യാസമുണ്ട്. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായിട്ടുള്ള സിന്ദൂറിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ചൈനയായിരുന്നു എല്ലാം കൊടുത്ത് സഹായിച്ചത്. തുർക്കി ഉണ്ടായിരുന്നു, അസർബൈജാൻ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പരസ്യ പിന്തുണ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് പലരുടെയും സ്വഭാവം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യ അടിക്കട്ടെ എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നത് പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് വരുന്നതിനകത്ത് ഇന്ത്യയുടെ തകർച്ച അത് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ഈ പറയുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇപ്പം ഈ പറയുന്നത് പോലെ അതിനുശേഷം ചൈനയ്ക്ക് മനസ്സിലാവുന്നത്, ചൈന ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത്, ഒരുപക്ഷെ യുദ്ധത്തിന് യുദ്ധക്കോപ്പുകൾ കൊടുത്തിരുന്നത്, ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ചിരുന്നത് എല്ലാമായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പൊ ചൈനയുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഒരുപക്ഷെ അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നു കാലങ്ങളായി. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിനപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കച്ചവടം, ക്രിപ്റ്റോ കറൻസി അല്ല. ഈ പറയുന്ന അസീം മുനീറിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിന് ശേഷം പാകിസ്ഥാനെ അവരുടെ ഒരു കോളനി ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ ട്രംപ് ശ്രമിക്കുന്നത്? ബാക്കിയുള്ള സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനകത്ത് ചില കരാറുകളും അല്ലെങ്കിൽ രഹസ്യ സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന അസീം മുനീർ എന്ന് പറഞ്ഞവനെ അറിയാമല്ലോ. അവന്റെ ഉദ്ദേശം പാകിസ്ഥാനൊന്നുമില്ല, ഭീകരവാദം വളർത്തുക. അതിനകത്ത് പാകിസ്ഥാൻ ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യമൊന്നും ഉള്ളെന്ന് തോന്നില്ല. കാരണം ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സിന്ദൂർ ആക്രമണത്തിന് അവൻ ബങ്കറിനകത്തായിരുന്നു. അവന്റെ കുടുംബം ഇവിടെ ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയി. വെളിയിൽ കോടാനുകോടി രൂപയുണ്ട്. ഇപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം വെച്ചിട്ട് ട്രംപുമായിട്ടുള്ള ബന്ധം വന്നേക്കുന്നു. വേറെ ബന്ധമൊന്നും അല്ല വന്നേക്കുന്നത്.
ആ ബന്ധം എന്ന് പറയുമ്പോൾ ട്രംപിന്റെ മോനും മരുമോളും അല്ലെങ്കിൽ മോളും മരുമോനുമായിട്ടുള്ള ബന്ധം അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതിനുശേഷം ഈ രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇയാളെ ഒരു പട്ടാള അട്ടിമറിയിൽ കൂടി കൊണ്ടുവന്ന് അതിനുവേണ്ടിയുള്ള ഒരു യുദ്ധം വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് അയാളെ അവിടെ സ്ഥാപിച്ച് ഇവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്ന രീതിയിലേക്കൊക്കെ ആകുന്നോ എന്നുള്ള രീതിയിലേക്ക് ചർച്ച വരുന്നുണ്ട്. അപ്പൊ ട്രംപിന് ഈ 4 കൊല്ലം കൂടെ ഉള്ളൂ. ട്രംപിന് ഈ 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അമേരിക്ക അങ്ങ് നയിച്ചു പോയാലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങ് എത്തിയാലോ ട്രംപ് ലോകത്തെ നമ്പർ 1 കോടീശ്വരന്മാരുടെ ലിസ്റ്റുണ്ട്. അതിന്റെ അപ്പുറമുള്ള കോടീശ്വരനായിട്ട് അയാളുടെ ഫാമിലിയെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ പല താല്പര്യങ്ങൾ അനുസരിച്ചുള്ള നീക്കം അതേ തന്നെ മാനസികാവസ്ഥയിലാണ് ഈ മുനീർ പോകുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്ന് ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ആക്സസ് ഇന്ത്യ ലക്ഷ്യം വെച്ചായിരുന്നു ഈ പാകിസ്ഥാനകത്ത് ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധം കൂടുതലായിരുന്നു. ഏത് കാര്യത്തിനും നിന്നു കൊടുത്തത്, ഏത് കാര്യത്തിനും പൈസ കൊടുത്തത്, ഏത് സമയത്തും എന്ത് സഹായം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചില ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ബെൽറ്റ് റോഡ് പദ്ധതി അത് വഴിയാധാരമായി. അതിനകത്ത് അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയില്ല. പിന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഖനികളും അല്ലെങ്കിൽ വിമാനത്താവളങ്ങളും പോർട്ടുകളും ഒക്കെ നശിച്ചു. അപ്പൊ അതിനകത്ത് പാകിസ്ഥാൻ വേണ്ട രീതിയിൽ നിന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഈ കുറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു കരാർ ഒപ്പിട്ടെന്ന് നമ്മൾ വായിച്ചില്ലേ? ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ പെട്രോളിയം ഉണ്ടാക്കി ഇന്ത്യയെ കൊണ്ട് പെട്രോളിയം മേടിപ്പിക്കുന്നു. പെട്രോൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല, എവിടെ ഉണ്ടെന്ന് അറിയത്തുമില്ല. അന്നേരം ആ കരാർ ഉണ്ടാക്കിയിരുന്നു. അത് ബലൂചിസ്ഥാനിലേക്കുള്ള ഇറക്കത്തിന് വേണ്ടിയാണ്. ബലൂചിസ്ഥാനിലെ റെയർ മെറ്റൽസിന് വേണ്ടിയാണ്. അത് അങ്ങനെ പറഞ്ഞ് അവിടെ ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. അതാ ബലൂചിസ്ഥാൻ പറഞ്ഞത്, എന്റെ പൊന്നു വെച്ചേട്ടാ ഇവിടോട്ട് വന്ന് ഇറങ്ങരുത്, മുട്ടുകാലി ഞങ്ങൾ വെല്ലുവിളിക്കും. ബലൂചിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ അല്ല ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ ഇപ്പൊ ഇല്ല, ബലൂചിസ്ഥാനും പാകിസ്ഥാനും രണ്ടാണ്. അവർ ഔദ്യോഗികമായിട്ട് ഒരു രാജ്യമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കയറാം. അത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ട്രംപ് പറഞ്ഞത് ദൈവത്തെ ഓർത്ത് അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് പോകരുത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ രീതിയിലേക്കാണ് ജിയോ പൊളിറ്റിക്സിന്റെ ഒരവസ്ഥ. അപ്പം ഈ പറയുന്ന മോദി ഈ പറയുന്ന ചൈനയിൽ ചെല്ലുമ്പോൾ, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ദൃഢമാകുമ്പോൾ, RIC ഈ പറയുന്ന പോലെ ബലപ്പെടുമ്പോൾ, ബ്രിക്സ് ഇതിന്റെ പുറകിൽ ബലപ്പെടുമ്പോൾ, അത്തരത്തിലുള്ള ഒരു നീക്കം, മോദിയുടെ നീക്കം, മോദി എടുക്കുന്ന തീരുമാനം, അമേരിക്കക്കെതിരെ എടുക്കുന്ന തീരുമാനം, ഒന്നിച്ചെടുക്കുന്ന തീരുമാനം, ഇവര് തമ്മിൽ ഈ പറയുന്നത് പോലെ ഒന്നിച്ച് ഒരു നീക്കം അങ്ങ് നടത്താൻ തീരുമാനിച്ചാൽ രണ്ടാമത്തെ സാമ്പത്തിക രാജ്യവും മൂന്നാമതാകാൻ അധികം സമയമില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യവും തമ്മിൽ ഒന്നിച്ചു നിന്നാൽ ഏറ്റവും കൂടുതൽ രണ്ട് രാജ്യത്തെയും ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം, മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം, മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യം, സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യം. അപ്പം ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് RIC കൂട്ടായ്മയിൽ കൂടിയും ഒരുപക്ഷെ ബ്രിക്സിൽ കൂടിയും ഒക്കെ കൂടുതൽ ദൃഢമാക്കുന്നതും ബലമാക്കുന്നതിനും ഒക്കെ SUA മീറ്റിന് ശേഷമുള്ള സമ്മേളനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ കൂടിക്കാഴ്ചകൾ വന്നാൽ ട്രംപിനും അമേരിക്കയ്ക്കും വലിയ അടിയാകും. ലോക പോലീസ് പണ്ട് മുതലേ കളിച്ചിരുന്ന അമേരിക്ക ഇപ്പോഴും ലോക പോലീസ് ആകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷെ പഴയതുപോലെ ഫലിക്കുന്നില്ല. ഈ കൂട്ടായ്മ ഒന്നിച്ചു പോയാൽ ഇതിനകത്ത് ഇപ്പം ഈ 3 പേരിൽ കൂടി ബ്രിക്സ് അറിയാമല്ലോ. ബ്രിക്സിനകത്ത് ബ്രസീലിന്റെ ഒരു നിപ്പുണ്ട്. ബ്രസീൽ പരസ്യമായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബ്രസീലിന് 50% താരിഫുണ്ട്. ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് ട്രംപ് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഏത് സമയം വേണമെങ്കിലും വിളിക്കാം, എനിക്ക് നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. ബ്രസീലിന്റെ താരിഫിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അനുകൂലമായിട്ട് നേരത്തെ അവിടെ ഇരുന്ന ഭരണാധികാരിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ കേസ് പിൻവലിക്കണം. ആ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് 50% താരിഫ്. അപ്പൊ എല്ലാത്തിനകത്ത് ഇയാൾ താരിഫ് യുദ്ധമാണ്. ആ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയമാണ് കേസെന്ന് പറഞ്ഞാൽ ആ കേസ് ഇയാളാണ് തീരുമാനിക്കുന്നത്. ഇയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏത് കേസ് ഉണ്ട് ആ കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ 50% താരിഫ്. അത് ഇവിടെ പോട്ടെ. അപ്പം ഇയാള് ഒരു പ്രസംഗത്തിനകത്ത് നമ്മുടെ ട്രംപ് പറഞ്ഞു ബ്രിക്സിന്റെ ഭരണാധികാരിക്ക് ഏത് സമയം എന്നെ വിളിക്കാം. അന്നേരം അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോ ഇയാളെ വിളിക്കാൻ സമയമൊന്നുമില്ല. ഞാൻ ഒന്നുകിൽ വിളിക്കുന്നെങ്കിൽ നരേന്ദ്രമോദിയെ വിളിക്കും, അല്ലെ പുടിനെ വിളിക്കും. പുടിൻ ഇപ്പൊ ഈ പറഞ്ഞ യുദ്ധമൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കിലാണ്. അപ്പൊ അല്ലെങ്കിൽ ചൈന പ്രസിഡന്റിനെ വിളിക്കും. വേറെ ഇയാളെ വിളിച്ചിട്ട് എനിക്ക് കാര്യം സഹായിക്കാനെന്ന് പരസ്യമായിട്ട് ഈ ബ്രസീലിന്റെ പരമാധികാരി പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. ഫ്രാൻസ് ഉടക്കാണ്. ബ്രിട്ടൻ നമ്മളുമായിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്ന രാജ്യമായിട്ട് പോലും നമ്മളുമായിട്ട് ഈ പറയുന്നത് പോലെ അറിയാമല്ലോ, 30 കൊല്ലത്തിന് ഇപ്പുറം ഈ 30 കൊല്ലം വരെ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. പല നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഇവരുടെ കൂടെ നിൽക്കുന്നെങ്കിലും നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇന്ത്യ പറയുന്നതിനനുസരിച്ച് ലോകം പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം ഇന്ത്യ
പറച്ചിലും ഇന്ത്യയുടെ വിശ്വാസവും ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ SCO മീറ്റിന് ശേഷം ചൈനയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനങ്ങൾ എടുത്താൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ നാറ്റോ ചേരി അല്ലെങ്കിൽ യൂറോപ്യൻ ചേരിക്കെതിരെ നിൽക്കുന്ന അസംതൃപ്തരായിട്ട് നിൽക്കുന്ന മൊത്തം ആൾക്കാരും ഒരേ ലെവലിൽ അണിനിരക്കും. ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം, ഒരു ലോക മേധാവിത്വം ഒക്കെ അമേരിക്കയുടെയും നാറ്റോയുടെയും കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരും. കാരണം ഇതിനകത്ത് ഈ ബ്രിക്സ് നമ്മുടെ പ്രധാനമന്ത്രി ചെന്ന് കയറിയ ഒരു നിപ്പങ്ങ് നിന്നപ്പോൾ പ്രസ്ഥാനം നൽകുമ്പോൾ ലോകത്ത് ഇപ്പൊ ചർച്ചയാണ്. മാത്രമല്ല അമേരിക്ക നയിക്കുന്ന ലോക രാജ്യങ്ങൾ മൊത്തം ഇറാൻ വന്നു, ഈ പറയുന്ന സൗദിക്ക് താല്പര്യമുണ്ട്, GCC രാജ്യങ്ങൾക്ക് പലർക്കും താല്പര്യമുണ്ട്, സൗത്ത് ആഫ്രിക്കയ്ക്ക് താല്പര്യമുണ്ട്, പലർക്കും താല്പര്യമുണ്ട്. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളുടെ ഒരു നീക്കമാണ്. അപ്പം ഏതായാലും ഒരു വല്ലാത്ത തീരുമാനം, ഒരു വലിയ തീരുമാനമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അതായത് എന്ത് തീരുമാനം എടുക്കും, ഇവര് തമ്മിലുള്ള കൂടിക്കാഴ്ച, ഇവര് തമ്മിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ അവര് തമ്മിലുള്ള ശത്രുത ഇല്ലാതാകുന്നു. അത് ലോകത്തിലെ ഒരു ചേരി അല്ലെങ്കിൽ ഒരു ചേരി സൃഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുമോ? അങ്ങനെയുണ്ടെങ്കിൽ ആ ചേരി ഈ നമ്മൾ മുമ്പേ പറഞ്ഞ റഷ്യ, ചൈന, ഇന്ത്യയും കൂടെ നിന്ന് കഴിഞ്ഞാൽ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കുമുള്ള വലിയ ബുദ്ധിമുട്ടാകും. അതിന്റെ കൂടെ നിൽക്കാൻ കൂടുതൽ ആളുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇറാൻ നിന്ന് കഴിഞ്ഞു, ഇസ്രായേലിന് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ വിട്ട് നിൽക്കാൻ പോകുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ വല്ലാത്ത ഒരു നീക്കം അത് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ട്രംപിന് വലിയ തിരിച്ചടിയാവും. നാം പറഞ്ഞില്ലേ, ഇവൻ അന്ത്യക്രിസ്തുവാണ് അമേരിക്കയുടെ എന്നുള്ള കാര്യത്തെ പറ്റി ചരിത്രത്തിന്റെ താളുകൾ എഴുതുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ മുട്ടിയതുപോലെയല്ല ട്രംപും മുട്ടിയിരിക്കുന്നത് അവസാന മുട്ടലാണ്. ഒരുപക്ഷെ ട്രംപ് നമ്മൾ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ അത്രയും വരത്തില്ലെങ്കിൽ അതേ മാനസികാവസ്ഥ ഉള്ളവനാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അത് പൊട്ടനായതുകൊണ്ട് മുട്ടാത്തതാണെന്നത്. കാരണം പൊട്ടനാവാനാണ് സാധ്യത. കാരണം ട്രംപും ആദ്യത്തെ ട്രംപും അതിനുശേഷം ബൈഡനും ഒക്കെ നിന്നിരുന്ന ഒരു സാരി അറിയാലോ, അവർക്ക് ചൈന അമേരിക്കയെ മറികടക്കാൻ ഇന്ത്യക്കാട്ടി മുമ്പ് നിൽക്കുന്ന രാജ്യം. അതുകൊണ്ട് ചൈനയെ എപ്പോഴും നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി, പണിയുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ടായിരുന്നു ഫേവറായിട്ട് നിന്നിരുന്നത്. മനസ്സിലായി? ഇപ്പൊ ലോക വ്യവസായികൾ പറയുന്നു ഈ ട്രംപിന്റെ അടുത്ത് ഇന്ത്യയുമായിട്ടായിരുന്നു ഫേവറായിട്ട് ഇരുന്നത്. അതുകൊണ്ട് ചൈനക്ക് നമുക്ക് കൂടുതൽ നമ്മളെ ഫേവറായിട്ട് നിർത്തി നമ്മളെ അങ്ങനെ നിർത്തിക്കൊണ്ട് അങ്ങനെ പോയാൽ മതിയായിരുന്നു ഇപ്പോഴും. ഇപ്പൊ ഇയാൾ ഈ തീരുമാനം ചൈനയ്ക്ക് 30%, നമുക്ക് 50%, എന്തോ മന്ദബുദ്ധിയാള്. അപ്പം അപ്പൊ ലോകത്തിലെ ഉള്ള അറിയാവുന്ന വ്യവസായികളും അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് അകത്ത് നിൽക്കുന്ന വ്യവസായികൾ ഒക്കെ പറയുന്നത് തീരുമാനം തെറ്റാണ്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറ് ഇതേപോലെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എടുക്കരുത്, പിണക്കരുത്, അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് നിൽക്കുക. എന്തോ ഭാവിച്ചാന്നുള്ള കാര്യം അറിയത്തില്ല. എന്തോ ഏതാണ്ടൊരു കാര്യം പറയല്ലോ, ഓനോന്റെ സമയം മോശമാകുമ്പോ തീരുമാനങ്ങൾ മോശമാകുന്ന രീതിയിലേക്ക് പോകും. അപ്പം പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിന്റെ സന്ദർശനം 31-ാം തീയതി അല്ലെങ്കിൽ ആഗസ്റ്റ് 1 നടന്നതിന് ശേഷം ഉള്ള പറച്ചിലിനും അല്ലെങ്കിൽ അതിനുശേഷമുള്ള തീരുമാനത്തിനും ലോകം ഉറ്റുനോക്കുന്നു. ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അത്തരത്തിൽ ഉള്ള രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വല്ലാത്ത തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരത്തിൽ തീരുമാനിച്ച് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ചൈനയുടെ നിലപാട്. ചൈനയുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന വിഷയമാണ് ഇത്തരത്തിലുള്ള താരിഫ് വിഷയം. അതുകൊണ്ട് തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുകയാണ് ലോകം. ബ്രിക്സ്, അതുപോലെ താരിഫ് വർധന, ഒപ്പം മറ്റു വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ചയായേക്കും എന്നാണ് സൂചന. ഒപ്പം അമേരിക്കയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമായാൽ അമേരിക്കയ്ക്ക് അത് ഒരു വലിയ തിരിച്ചടിയാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.